സൈക്കോളജിയിലൊക്കെ അപ്ഡേറ്റഡ് സൈക്കോളജി കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം പറയും ലൈഫ് ഈസ് റിയലി വെരി സിമ്പിൾ. ജീവിതം എപ്പോഴും എളുപ്പമാണ്. ഇസ്ലാമിൻ്റെ ആശയം അങ്ങനെയാണ്. ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ. എപ്പോഴും എളുപ്പമാണ് കൂടുതൽ. ജീവിതത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ച പരാമർശവും ഇങ്ങനെ തന്നെയാണ്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു തുമ്മ സബീല യസ്റഹു. മനുഷ്യൻ്റെ ജീവിതം അള്ളാഹു കൗതുകവും അത്ഭുതവും നിറഞ്ഞ രീതിയിൽ സംവിധാനിച്ചതാണ് മനുഷ്യൻ്റെ ജീവിതം. പക്ഷേ ആ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തുമ്മ സബീല യസ്റഹു. യസ്റ ഈസിയാക്കി മാറ്റിയിട്ടുണ്ട്, എളുപ്പമുള്ളതാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. ആദ്യം നാം ഈ ഒരു ആശയം ഉൾക്കൊള്ളണം. മനുഷ്യൻ ജീവിതത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളണം എന്നതുകൊണ്ടാണ് ലാ തഹിനു വലാ തഹ്സനു. നിങ്ങളെപ്പോഴും ഈ ടെൻഷൻ അടിച്ചും മുഷിഞ്ഞും ജീവിക്കരുത്. ഈമാനുള്ളവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. മുഅ്മിനീങ്ങൾക്ക് അൽ ബുഷ്റ, ബുഷ്റ എന്നത് ബിഷാറത്ത്, സന്തോഷം, ബിഷ്ർ. ഈ സന്തോഷം എന്ന പദപ്രയോഗത്തിൻ്റെ ഇസ്മു തഫ്ലീലിനെ അതിൻ്റെ ടോപ്പസ്റ്റ് മീനിങ് വേർഡാണ് ഇസ്മു തഫ്ലീൽ, അബുഷർ. അതിനെ ഒന്നും കൂടി മീനിങ് ഫുള്ളാക്കി അർത്ഥമുള്ളതാക്കി പറഞ്ഞതാണ് അൽ ബുഷ്റ. ലഹുമുൽ ബുഷ്റ. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞത് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ മുഅ്മിനായ മനുഷ്യന് സന്തോഷമുള്ളതാണ്. വഫിൽ ആഖിറ, എന്നാൽ ആഖിറത്തിലും സന്തോഷമാകും. ഇപ്പം ദുനിയാവിലെ ഈ ഒരു ജീവിതം സന്തോഷകരമാണ്, എളുപ്പമുള്ളതാണ് എന്ന കാഴ്ചപ്പാട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഒന്നാമതായി നാം ഉൾക്കൊള്ളേണ്ടത്. ഇന്ന് നേരത്തെ സംസാരിച്ചതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പറ്റുന്നവർ അതുകൂടി കേൾക്കണമെന്ന് പറയുകയാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ച ചില ഭാഗങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയുന്നുണ്ട്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞതുകൂടി കേൾക്കാൻ പറ്റുന്നവർ അതുകൂടി കേൾക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ശേഷം യൂട്യൂബിലും മറ്റുമൊക്കെ കാണാനും കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജീവിതം ആദ്യം പാരൻറ്റിങ് ശരിയാകാൻ നാം ചെയ്യേണ്ടത് കാഴ്ചപ്പാടുകളിൽ ഈ ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വക്താവ്. അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ പ്രയോഗം നോ ബിഗിനിങ് നോ എൻഡ്. നാം നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് തുടങ്ങേണ്ട ഒരു തുടക്കവും ഇല്ല, നമ്മളായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു അവസാനവും ഇല്ല എന്നാണ്. നമ്മുടെ എല്ലാ തരം എക്സ്പീരിയൻസ്, സന്തോഷമായാലും ദുഃഖമായാലും അതിൻ്റെ എല്ലാം ഓണർ തീർത്തും നമ്മളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്തോഷിക്കാം, എപ്പോൾ വേണമെങ്കിലും ദുഃഖിക്കാം. ഈ സദസ്സ് തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷകരമായൊരു ദൗത്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നത്. വേണമെങ്കിൽ ദുഃഖിക്കാം, കാരണം ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തീരൂലേ. ദുഃഖിക്കാം. ഒരാൾ വീട്ടിൽ കൂടാൻ, നല്ല അടിപൊളി വീട്, എല്ലാ പണിയും പൂർത്തിയായി, എല്ലാം ഉഷാറായി, അയാൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കയറി താമസിക്കാം. എന്നാൽ അതേ സമയത്ത് വേണമെങ്കിൽ അയാൾക്ക് സങ്കടപ്പെടാം. പടച്ചോനെ, ഇതിൽ നിന്നും എന്നെ ഒരു ദിവസം 3 കെട്ടും കെട്ടി പഞ്ഞിയൊക്കെ, കണ്ണിനും മൂക്കിനൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് കൊണ്ടുപോകില്ലേ, സങ്കടപ്പെടാം. ലൈഫിൽ ഏത് നിമിഷവും ഇങ്ങനെയാണ്. എല്ലാ സങ്കടങ്ങളുടെയും യഥാർത്ഥ സ്ഥിതി ഇങ്ങനെയാണ്. നമുക്ക് സങ്കടപ്പെടാനും പറ്റും, സന്തോഷിക്കാനും പറ്റും. അതിലൊരു സത്വവിശ്വാസി ചെയ്യേണ്ടത് മാക്സിമം സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം എന്ന കാഴ്ചപ്പാട് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇസ്ലാമിന് അതേ താല്പര്യമുള്ളൂ. ഇനി വല്ലപ്പോഴും വല്ല മുസീബത്തോ പ്രയാസമോ ഉണ്ടായാൽ, ഇതാ അസ്വാബത്തുഹും മുസീബത്തുൻ, പ്രയാസങ്ങളുണ്ടായാൽ സ്വാഭാവികമായും നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷെ ആ വിഷമം കൊണ്ട് നടക്കരുത്, റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ റിമൂവ് ചെയ്യാൻ ഇസ്ലാം ഒരു പ്രോസസ്സ് പഠിപ്പിച്ചു. എന്താണ്? ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അങ്ങനെ പറയുന്നത് ആവർത്തിച്ച് പറയുമ്പോൾ മൈൻഡ് മാറും. വിഷമമുണ്ടായാൽ വിഷമം മാറും. എപ്പോൾ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം,
ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, വലിയ സ്വഹാബിയത്തിൽ വളരെ ശ്രദ്ധേയരായ ഉമ്മുൽ മുഅ്മിനീൻ കൂടിയായി പിന്നീട് അറിയപ്പെട്ട മഹദിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമയുടെ ചരിത്രം വളരെ പഠനാർഹമായൊരു ചരിത്രമാണ്. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നൊരു ഘട്ടം വരുമ്പോൾ ആദ്യം, അതായത് അബൂ സലമ ഉമ്മു സലമ ഭാര്യയും ഭർത്താവും, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാമെന്നവർ തീരുമാനിക്കുന്നു. മദീനയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഭർത്താവിനെ, ഭാര്യയെ, രണ്ടുപേരെ അവർ തടഞ്ഞു വെച്ചു. അങ്ങനെ അബൂ സലമയെ മാത്രം വിട്ടു, ഉമ്മു സലമയെയും കുഞ്ഞിനെയും പിടിച്ചു വെച്ചു. അങ്ങനെ പിടിച്ചു വെച്ചു. ഏകദേശം ദീർഘമായൊരു കാലയളവ് അവർ കരഞ്ഞും വിഷമിച്ചും ജീവിച്ചു. അതിനിടയിൽ ഈ യാത്രയിലെ ആ ഒരു പിടിച്ചുവെക്കലിനിടയിൽ ഈ സലമത്ത് എന്ന് പറയുന്ന കുഞ്ഞിനെ അവർ പിടിവലി നടത്തി. അഥവാ ഉമ്മുസലമയുടെ ഫാമിലിയും അബൂസലമയുടെ ഫാമിലിയും തമ്മിൽ പിന്നീട് തർക്കമുണ്ടായിട്ട് അവർ പിടിച്ചു വെച്ചിട്ട് അവസാനം കുഞ്ഞിൻ്റെ കൈ പറഞ്ഞു പോകുന്നൊരു ഘട്ടമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. കൂട്ടത്തിൽ മദീനയിലേക്ക് എത്തിയതിന് ശേഷം അബൂ സലമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ വഫാത്താകുമ്പോൾ ഈ ഒരു വേദനയുള്ള രംഗം, അഥവാ ജീവിതത്തിൽ അവർ സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ച രണ്ട് ഇണകളാണ്. അവർ ഈ വിഷമം നേരിട്ട സമയത്താണ് ഓർമ്മ വരുന്നത്, മുസീബത്തുണ്ടായാൽ മൂമിനായ മനുഷ്യൻ വിഷമിച്ച് കഴിയാമോ? പറ്റില്ലല്ലോ. അപ്പോൾ വിഷമം കളയാൻ എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയുമ്പോൾ വിഷമം കളയാനുള്ള വഴിയാണത്. അത് പറഞ്ഞപ്പോൾ ഉമ്മു സലമയുടെ മനസ്സിലിങ്ങനെ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മനിസ്തർജഅ, ഒരാൾ ഇസ്തിർജാ നടത്തിയാൽ, അഥവാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് മനസ്സിന് തട്ടുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലെ വിഷമങ്ങൾ കളയാം. അങ്ങനെ കളഞ്ഞാൽ അയാൾക്ക് ഇസ്തഖലഫഹുല്ലാഹു, ഇതിനേക്കാൾ നല്ലത് അള്ളാഹു പകരം നൽകും എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മു സലമയുടെ മനസ്സിലോടി, ഈ മദീനയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ എന്നെ ഉൾക്കൊണ്ട് എനിക്ക് താങ്ങായി, എനിക്ക് തണലായി, എനിക്കൊരു കെയർ ഗിവറായി, എനിക്കൊരു സംരക്ഷണം നൽകുന്ന ഒരാളായി അബൂ സലമയെപ്പോലെ ഇനിയൊരാൾക്ക് കഴിയില്ല. പിന്നെ നബിതങ്ങൾ പറഞ്ഞ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്കൊരാളെ പകരം കിട്ടുക? ഇതിനേക്കാൾ നല്ലത് എങ്ങനെ പകരം കിട്ടാനാണ്? ഏതായാലും ഉമ്മു സലമ എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വിഷമം കളഞ്ഞു. അവസാനം ചുരുക്കി പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉമ്മു സലമ പ്രായമുണ്ടായിരുന്നു, നല്ല പ്രായമുണ്ട്. അബൂ സലമ വഫാത്താകുന്ന സമയത്ത് പ്രായമുള്ള ഒരാളാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ നബിതങ്ങൾ മുന്നോട്ട് വന്നു. പ്രായമുള്ള ഒരാളാണ്, കുഞ്ഞുങ്ങളുണ്ട്. ഉമ്മു സലമ പറഞ്ഞു, നബിയെ, അങ്ങ് എന്നെ ഏറ്റെടുക്കൽ എങ്ങനെയാണ്? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ പ്രായം കൂടുതലാണ്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ നിങ്ങളെ ഏറ്റെടുക്കുന്നത് തന്നെ ഇത്തരം പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ്. അങ്ങനെ വിവാഹം നടന്നു. ഉമ്മു സലമ ഏറ്റെടുത്തു. ആ വിവാഹത്തിന് ശേഷം ഉമ്മു സലമ പറയുന്നുണ്ട്, നബിയെ, അന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അബൂ സലമയേക്കാൾ ഉത്തമനായ ഒരാൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയോ? അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. പക്ഷേ ഇന്നെനിക്കെല്ലാം, എത്രത്തോളം മുസ്ലിമ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ദേഷ്യം വലിയൊരു പ്രയാസമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തപ്പോൾ ദേഷ്യം മാറി. പിന്നീട് അതുപോലെ ദേഷ്യപ്പെടാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സ്റ്റൈലാണ്, ഇസ്ലാമിക് കൺസെപ്റ്റാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സൈക്കോളജിയിൽ ചില മെത്തേഡുകളുണ്ട്. അഫർമേഷനൊക്കെ നന്നായി പഠിച്ച് ചെയ്യേണ്ടതാണ്. ആ വിഷയത്തിൽ ഒരു നല്ല മാസ്റ്ററിങ് ഇല്ലാത്തവർ അഫർമേഷൻ ഫോർമാറ്റ് ചെയ്യൊന്നും ചെയ്യരുത്. ചിലരൊക്കെ ചെറിയ 3-4 ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷമൊക്കെ അഫർമേഷൻ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. അതൊക്കെ അപകടകരമാണ്. അഥവാ ഒരു ദിക്റൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അതിന് മാത്രം വൈജ്ഞാനികമായി ശേഷിയുള്ളവരാണ് ദിക്റുകൾ സെറ്റ് ചെയ്യേണ്ടത്, അഫർമേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അതൊരു വലിയ ലോകമാണ്. ചുരുക്കി പറയട്ടെ,
അഫർമേഷൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ്. ആ കോഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൈൻഡിലെ പെയിനുകൾ എങ്ങനെ കളയാം, മൈൻഡിനെ എങ്ങനെ റീസെറ്റ് ചെയ്യാം, ഹെൽത്തിനെ എങ്ങനെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ഹെൽത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം, വലിയ വലിയ രോഗങ്ങളിൽ പോലും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നതായിരുന്നു. 2 ഡേ പ്രോഗ്രാമിന് പോലും അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് 50,000 രൂപ ഫീ ഉണ്ടായിരുന്നു. പക്ഷെ അതിലെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് അഫർമേഷൻ എന്നതിൻ്റെ ഒരു നിർവചനം? നിങ്ങൾ ദീർഘിക്കുമെന്ന് കരുതരുത്, ഞാൻ ഏരിയയിൽ നിന്ന് പെട്ടെന്ന് വിടവാങ്ങും. അതായത് ചില മൈൻഡ് സെറ്റ്, ചില മനോഭാവങ്ങളാണ് പ്രധാനം എന്നത് പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം പറയുന്നത്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചില വിഷമങ്ങളെ അത് ചില വാക്കുകൾ കൊണ്ട്, പ്രത്യക്ഷത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കൊണ്ട് കളയുന്നതിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്നറിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പ്രയാസകരം, ഇപ്പം നല്ല അടിപൊളിയായിട്ട് വെളിച്ചമുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട് ഇവിടെ, ശബ്ദം ക്ലിയർ ആണ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ, അവസാനത്തിൽ ആൾ കേൾക്കുന്നില്ലേ അല്ലേ, കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ട്, പെട്ടെന്ന് കറണ്ട് പോയി, എന്നാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, സ്വാഭാവികമാണ്. സംസാരിക്കാൻ പറ്റൂലല്ലോ, കേൾക്കൂലല്ലോ. എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ജനറേറ്റർ ഓണാക്കിയാൽ നമുക്ക് വീണ്ടും സംസാരിക്കാം, അത്രയേ ഉള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം നമ്മുടെ മനസ്സിലെ പെയിൻ കളയാൻ വേണ്ടി മനസ്സിൽ ഉപയോഗപ്പെടുത്തിയിട്ട് റിപ്പീറ്റഡായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് ചില വേർഡ്സുകൾ ഉപയോഗിച്ച്, അൽഫാദുകൾ, വാക്കുകൾ ഉപയോഗിച്ച് മൈൻഡ് അതിൽ വന്ന വിഷമങ്ങളെ കളയുന്ന ഒരു മെത്തേഡിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റൈല് പോലും ഇസ്ലാം നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ? രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ പലപ്പോഴും പോസിറ്റീവ് സൈക്കോളജി സൈഡിൽ നിന്ന് കേസുകൾ ഡീൽ ചെയ്യുമ്പോഴൊക്കെ, ഇപ്പോൾ ഒരു OCD കൈകാര്യം ചെയ്യുകയാണ്. കുറച്ച് മുമ്പ് ഒരു ഫാമിലി, ഒരു ഉസ്താദും ഫാമിലിയുമാണ്, അവർ വന്നു, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് രണ്ടാളും തമ്മിൽ ഭയങ്കര ആശങ്ക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ വൈഫ് പറയുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേ, നിങ്ങൾ എന്നിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോ. അതേ വൈഫ് തന്നെ മറ്റു ചില സമയത്ത് ഭയങ്കര ആശങ്ക, എന്താ, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ. ഒരു സമയം ഇതേ ആളെന്നെ എന്ത് പറയുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പറയുന്നു. മറുസമയത്ത്, മറ്റു ചില സമയത്ത് ഇയാൾ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ആകെ ഡിസോർഡറാണ്. ഇയാൾക്കും മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഈ കക്ഷിക്കും മനസ്സിലാകുന്നില്ല, വൈഫിനും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ഇവരെ കേട്ടതിന് ശേഷം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ലൈഫിൽ വേറെ എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ട്, നിങ്ങളൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. എന്താ? കുറച്ച് സമയം അധികം എടുക്കും ഒതു എടുക്കാൻ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ, ഒതു എടുക്കാൻ 3-4 മണിക്കൂർ പിടിക്കും. ഇതാ കുറച്ച് സമയം. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഒരു ദിവസം ഞാൻ ജുമയ്ക്ക് ഖുതുബ ഓതാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരാൾ എൻ്റെ റൂമിൽ നിന്ന് ഒതു എടുക്കാൻ കയറി ബാത്റൂമിൽ. ആകെ കുറഞ്ഞ സമയം ബാക്കിയുള്ളത്. ഇയാൾ പൈപ്പ് തുറന്ന് ഒതു എടുക്കാൻ തുടങ്ങി. വുളൂഇൻ്റെ ഫർള്, വുളൂഇൻ്റെ ഫർള്, വുളൂഇൻ്റെ ഫർള് 10-18 തവണ എണ്ണിയപ്പോൾ ഞാൻ വാതിൽ മുട്ടിയിട്ട് അയാളോട് പറഞ്ഞു, തൽക്കാലം നിങ്ങളൊന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒതു എടുക്കുക, എന്നിട്ടെടുത്തു നിങ്ങൾ. കാരണം ടാങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോലെ. ജുമ കഴിഞ്ഞിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ മൂപ്പരോട്. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ വുളൂഇൻ്റെ ഫർള് 18 തവണ പറഞ്ഞിട്ട് ശരിയാത്തപ്പോഴാണ് ഞങ്ങളെ വിളിച്ചിറക്കിയത്, നിങ്ങൾ എന്തിനങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, വുളൂഇൻ്റെ ഹംസ ശരിയാകാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, വുളൂഇൻ്റെ ഫർള് അത് പറയൽ സുന്നത്തല്ലേ? പറയുന്ന നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതലല്ലേ? പറയൽ സുന്നത്തല്ലേ? പറയാൻ വേണ്ടി ഇങ്ങനെ പൈപ്പ് തുറന്നാൽ ഇത് ഹറാമാ. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വിഷയം എവിടെയെന്നറിയോ? ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിങ്ങനെ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്കിത് മാറും. നിങ്ങൾ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ചെയ്യണം. എന്നിട്ടൊരു 4 ആഴ്ച കണ്ടിന്യൂ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത CBTയിലേക്ക് പോകാം. അപ്പോൾ 1-ാമത്തെ ആഴ്ച ഇവർ ചെയ്തില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങളൊരു ദിവസം, എല്ലാ ദിവസവും
അവരോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ റൂട്ട്, ഒരു നല്ല പുസ്തകം, നോട്ട്ബുക്ക് വാങ്ങുക, നല്ലൊരു പേന. ആ നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും ഡേറ്റ് ഇട്ടിട്ടൊരു 33 അനുഗ്രഹങ്ങൾ എഴുതണം. എഴുതിയ അനുഗ്രഹങ്ങൾ വായിച്ചിട്ട് അതിന് ഹംദ് പറയണം. അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ 33 അനുഗ്രഹം എഴുതി വായിച്ച് ഹംദ് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ഈ പ്രശ്നം മാറുക? ഒരു ചെയ്തില്ല. 2ാമത്തെ ആഴ്ച വന്നു, ചെയ്തോ? ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 1ാമത്തെ ദിവസം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്താ? അപ്പോൾ അവരിങ്ങനെ തപ്പി പറയാൻ തുടങ്ങി. അത് പറയുമ്പോൾ എനിക്കറിയാം, അതായത് ഒരാളുടെ സൗണ്ട് മോഡുലേഷൻ മാറിയാൽ അപ്പം അറിയാം അയാൾ പറയുന്നത് സത്യമാണോ കളവാണോ. അപ്പം ഞാനൊന്ന് ചിരിച്ചു. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഉസ്താദേ ഇതുവരെ ഒറ്റ ദിവസവും ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ് അറിയാം. നിങ്ങളിത് ചെയ്യാൻ സന്നദ്ധമാണോ? റിസൾട്ട് ഉണ്ടാകും. ഇല്ലേ, നിങ്ങൾ ഏതെങ്കിലും അല്ലാത്ത നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നീ പോകണം. ഇതല്ലാത്ത വഴികളൊക്കെ ഉണ്ട് മാറാൻ. 3ാമത്തെ ആഴ്ച എല്ലാറ്റിനും മാറ്റം വന്നു. എവിടെയാണ് തുടങ്ങിയത്? അൽഹംദുലില്ലാ പറയാൻ. ഇപ്പം ഞാൻ പറഞ്ഞത് ലൈഫ് സ്റ്റൈലായിട്ട് എന്തു വേണം? ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് വേണം. ഗ്രാറ്റിറ്റ്യൂഡുള്ള ലൈഫ് എവിടെയാണ്? എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ് വേണം, എല്ലാവരോടും വേണം. ഉദാഹരണത്തിന്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ മക്കളോട് താങ്ക്സ് അല്ലെങ്കിൽ ജസാക്കല്ലാ അങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്? നിങ്ങൾക്കൊരു 48 മണിക്കൂറിനിടയിൽ ഉണ്ടോ? പറഞ്ഞ ആരെങ്കിലും ഉണ്ട്? താങ്ക്സ് ആയുക മാഷാ അല്ലാ. ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇതുള്ളവർക്ക് ധന്യമായിരിക്കും ജീവിതം. നിങ്ങൾ സ്വന്തം മക്കളോട്, ഭർത്താവിനോട് ജസാക്കല്ലാ, താങ്ക്സ്, ഈ ഒരു പദപ്രയോഗം പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മറ്റൊന്ന് സെയിം ആണ്, സോറി, അപ്പോളജീസ്, സോറി. മക്കളോട്, ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് സോറി പറയാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ലൈഫ് കളർഫുള്ളായിരിക്കും. ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം ഇത് പറയുമ്പോൾ, എന്തിനാണ് ഈ നന്ദി? നന്ദി എന്ന് പറയുന്നത് അത് ഒരാളുടെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. സോറി എന്ന് പറയുന്നത് ഒരാളുടെ മൂല്യമാണ്. അല്ലാതെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന അർത്ഥമല്ല സോറിയുടേത്. മറിച്ച് നമ്മുടെ മൂല്യം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് സോറി. അതായത് ഇപ്പം നമ്മൾ ഒന്നിച്ചിരുന്നു, നമ്മൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, 2 പേർ ഒന്നിച്ചിരുന്നു. 2 പേർ ഒന്നിച്ചിരുന്നിട്ട് പരസ്പരം സന്തോഷമുണ്ടായതിൻ്റെ അളവ് ലക്ഷ്യം വെച്ച അത്രയല്ലെങ്കിൽ അതിന് സോറി പറയണം. ഒരു ഭാര്യയും ഭർത്താവും, ഉമ്മയും മകനും, അല്ലെങ്കിൽ ജ്യേഷ്ഠത്തെയും അനുജത്തെയും, നിങ്ങൾ ഒന്നിച്ച് ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങളെ മകന്, മകൾക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി, അനുജത്തിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ അതിന് സോറി പറയുന്നതാണ് ഗ്രാൻഡ്, നല്ല മൂല്യമുള്ള ജീവിതം. അതാണ് ജീവിതം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ് വിൽ ബി സക്സസ്ഫുൾ. എപ്പോഴും പെട്ടെന്ന് വിജയകരമാണ്. ഇവിടെ നിന്നാണ് പാരൻറ്റിങ് തുടങ്ങേണ്ടത്. ഇവിടെയാണ്. അഥവാ നന്ദി പ്രകടിപ്പിക്കുന്ന, സന്തോഷം ജീവിതത്തിൽ എപ്പോഴും എനിക്ക് അർഹമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ജീവിതം. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഒരു അടുത്ത എണ്ണ തീർന്ന് അടുത്ത പെട്രോൾ പമ്പ് അന്വേഷിക്കുന്ന വണ്ടിയുടെ മട്ടാകരുത് എന്ത്? ഒരു അൽഹംദുലില്ല പറയുന്നിടത്ത്. അൽഹംദുലില്ല എങ്ങനെ വേണം? നിറഞ്ഞു നിൽക്കണം. ഇതാണ് ലൈഫെങ്കിൽ നിങ്ങൾക്ക് മക്കളിൽ ഇടപെടാൻ, എവിടെ ഇടപെടാനും വളരെ എളുപ്പമാണ്.